വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റിയൽ റേസിംഗ് 3 F1 ആണ് ഗൈസ്. സോ നമ്മളപ്പോൾ ഇന്ന് F1 കളിക്കാനാണ് പോകുന്നത്. എൻ്റെ സൗണ്ട് ഒന്ന് കുറക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാണ്ടാവും. F1 എടുത്തു, ഇതിൽ പോവാം. അതിൽ ഞാൻ ഓരോന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എലിമിനേഷന് പോവുക. ഇത് എൻ്റെ F1 ഡെബ്യൂ കാറാണ്. ഞാനിങ്ങനെ ആക്കി വെച്ചേക്കണതാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. നമ്മുടെ തുടക്കമാണ് ഗൈസ്. ഇത് തുടക്കം. ഇത് എലിമിനേഷനാണ്. ഇത് ഫസ്റ്റ് നിൽക്കുന്ന ആൾ ജയിക്കുള്ളൂ. ഫസ്റ്റ് നിൽക്കുന്ന ആൾ കയറിപ്പോവും. ക്യാമറ മാറ്റണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ക്യാമറയിലിട്ട് കളിക്കുന്നതാണ് ഇഷ്ടം. ഗൈസ്, അതെങ്ങനെ ഉണ്ടായിരുന്നു? സ്മൂത്തല്ലേ? ഏത് സ്മൂത്തായില്ല. അയ്യോ, മണ്ണ് അമ്മേ. പിന്നെ ഗൈസ്, ലാസ്റ്റ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഔട്ടായി പോട്ടെ ഗൈസ്. ഫസ്റ്റ് നിൽക്കുന്ന ആൾ മാത്രമേ ജയിക്കൂ. എലിമിനേഷൻ എന്ന് വെച്ചാൽ അതാണ്. ഏതാണ്ട് നിങ്ങൾ ശരിക്കുള്ള F1 കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെയാണ് ക്വാളിഫിക്കേഷനും പ്രാക്ടീസിലൊക്കെ. അപ്പോൾ അതേപോലെയാണിത്. ഞാൻ ഇപ്പോൾ എത്രാമത്തെ പ്ലേസിലാണാവോ? സെക്കൻഡ് പ്ലേസിലാന്ന് തോന്നുന്നുണ്ട്. കോർണർ കട്ട് ചെയ്തു. ഇത് വേണ്ട, ഇത് മതി. ഇതാണ്. ഇതിലിട്ടാൽ പോരെ? ഡെൻ ബ്ലോൺ എലിമിനേറ്റഡ്. പേരൊന്നും വായിക്കറിയില്ല, നിങ്ങൾ നോക്കണ്ട ഗൈസ്. ഇങ്ങനെയാണ്. ഇത് എൻ്റെ F1 ഡെബ്യൂ കാറാണ്. ശരിക്കുള്ള F1 കാർ എടുക്കാനൊക്കെ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇതിൽ കളിക്കണമെന്നുള്ളൂ. അതായത് ഓരോ സമയം തോറും ആൾക്കാർ എലിമിനേറ്റ് ആവും. ഇപ്പോൾ കണ്ട 4 പേര് അഞ്ഞുള്ളൂ. ഇത് ബെൽജിയാന്ന് തോന്നുന്നുണ്ട്. സ്പായാന്ന് തോന്നുന്നുണ്ട്. ഇത് സ്പാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേസിംഗ് ട്രാക്കിൻ്റെ പേരാണ്. ബെൽജിയത്തിലാന്ന് തോന്നുന്നുണ്ട്. ഈ ട്രാക്ക് ശരിക്കും അറിയണ ആൾക്കാരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ ട്രാക്കിൻ്റെ പേരെന്താന്ന്. ഓമേ, ഇച്ചിരി അൺകൺട്രോളബിളാണ്. ഏതാ? ഇനി 2 പേരുള്ളൂ. ഒന്ന് ഞാൻ, പിന്നെ മറ്റൊന്ന് വേറെ ഒരുത്തൻ. JKR. ജാതി പേരാണല്ലോ. എന്തായാലും അവൻ എന്നെ പിടിക്കാൻ പറ്റില്ല. ഞാൻ അത്ര യാർഡ്സ് ബാക്കില്ല. നിങ്ങൾ നോക്ക് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് സമയമാണ്. ഇതിലും കൂടി ആൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇതാവും, ഞാൻ ജയിക്കും. റേസ് കംപ്ലീറ്റ്. കണ്ടോ നിങ്ങളത് കണ്ടോ? അതാണ് ഇത്. കണ്ടിന്യൂ. കളക്ട്. ഗസ്റ്റ്. എൻ്റെ പേര് ഗസ്റ്റ് നേട്ടാക്കണത്. റിയൽ റേസിംഗ് 3 എലിമിനേഷൻ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എന്താണ്, എനിക്ക് റേസിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. റേസിങ്ങും ഫുട്ബോളും ഒരേ രീതിക്ക് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അടിക്കാൻ കാരണം. ആൽപ്പീനല്ലേ ഇത്? ആൽപ്പീന തോന്നുന്നത്. ഞാൻ F1 കാണാറുണ്ട് ഗൈസ്. F1 നല്ല രസമാണ് കാണാൻ. നിങ്ങൾ കണ്ടോക്ക് ഗൈസ്. നിങ്ങൾ ഫുട്ബോളിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല. അല്ലേ, ഇത് സിസൂക്ക സർക്കിട്ടാണല്ലേ? സോറി, ഗ്രാൻഡ് പ്രീ സർക്കിട്ട്. സിസൂക്കയാണ് ഗൈസ്. ജപ്പാനിലാണ്. നിങ്ങൾ ഈ ഫുട്ബോൾ മാത്രം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വേറെ വല്ലതും കാണണ്ട. ഞാൻ ഫുട്ബോൾ കാണണ്ടെന്നല്ല പറയണേ, പക്ഷേ എന്തായാലും ഒരു ഇത് വേണ്ട, നമുക്ക് ചേഞ്ച് വേണ്ട. ഇപ്പോൾ റേസിങ് കാണാം. ബോറടിയാണെങ്കിൽ ബോറടിക്കട്ടെ, ഇത് പ്രശ്നമില്ല.
ഞാൻ നിങ്ങളെ ആ റേസിങ് കാണാൻ നിർബന്ധിക്കല്ല ഗൈസ് ചെയ്യണേ. നിങ്ങൾ കാണണം, പക്ഷേ അങ്ങനെ കാണണ്ട. ഫുട്ബോളാണ് നമ്മൾ മെയിനായിട്ട് കാണുക. അപ്പോൾ ഫുട്ബോളും കാണുന്നതിൻ്റെ ഒപ്പം ഇത് ചെറുതായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഓടിയണുണ്ടോ നിങ്ങൾ? ഇങ്ങനെയാണ് റേസ് ലൈൻ. ഞാൻ അപ്പോൾ വൈഡ് പോവും. വൈഡ് പോയി അകത്തേക്ക് കയറി വീണ്ടും വൈഡ്, പിന്നെ വൈഡ് പുറത്തേക്കാക്കി. ആരാണാവോ? വൈഡ് പോയേ. അവൻ ലൈറ്റ് ബ്രേക്ക് ചെയ്തു. അല്ലല്ല, ഞാൻ ലൈറ്റ് ബ്രേക്ക് ചെയ്തു. അതാണ്ടായത്. അത് ലൈറ്റ് ബ്രേക്കിംഗ് മെന്യൂ എന്ന് പറയാം. നമ്മളിങ്ങനെ പറന്നു പോണു. ഇടയ്ക്ക് കയറി എന്നിട്ട് ഇതിൽ കൂടെ എടുത്തു, ഇൻസൈഡ് എടുത്തു. ചായ എടുത്തിട്ട് ഔട്ട് സൈഡിലേക്ക് പോയി. ഔട്ട് സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് നമ്മൾ നേരെ പോവുക. ഇങ്ങനെയാണ് ഗൈസ് ശരിക്കും F1 കളിക്കുക എങ്ങനെയായിരിക്കും. പക്ഷെ ചിലവരുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് കളിക്കും. എനിക്ക് കുറേ F1 പ്ലേയേഴ്സിനെ അറിയാം. നിങ്ങൾ F1 കാണുന്നവരാണെങ്കിൽ F1 ലെജൻസിനെ പറ്റി അറിയാം നിങ്ങൾക്ക്. മൈക്കിൾ ഷൂമാക്കറിനെ, എയർട്ടൺ സെനയൊക്കെ അറിയായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ സെക്കൻഡ് ലാപ്പാണ്. ഇതിൽ ഫസ്റ്റ് പോണവനെ പിടിക്കണം. ഓ ഓ ഓ പണിപ്പാളും. ഗ്രാസ്. സോറി. വൈഡ് പോയ ചില സമയത്ത് വൈഡ് പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ അതിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല, ഒരു 2-3 മാസമായിട്ടുള്ളൂ. ഇച്ചിരി സൗണ്ട് വയ്ക്കാൻ. ഇതാണ് ശ്രദ്ധ പോയ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ സൗണ്ടൊന്നും വെച്ചിട്ടില്ല. DRS ഓണാന്ന് തോന്നുന്നുണ്ട്. ഇത് പിന്നെ എന്തെന്നെ കടത്തി വിടാത്ത ജാതി ഡിഫെൻഡിങ്. സുസുക്ക സർക്യൂട്ട്. മുമ്പിലാണ് നമ്മുടെ ഫിനിഷ് ലൈൻ. ഫിനിഷ് ആവുമോ? തേർഡ് ലാപ്പ്. അത് ഇതാണ് സ്കിഡ് ആയതാ ബാക്കിൽ.